ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വൈകുന്നേരം സ്നാക്കായിട്ടും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സ്നാക്കിൻ്റെയോ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ. ഒരു ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിൽ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിൽ ചെയ്തിട്ടെടുത്തിട്ടില്ലാണ്. ഒരു 3 വിസിൽ ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെ എല്ലൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഇത് ഞാനിതാ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പോക്കാന്ന്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് സവാള എളുപ്പം വഴറ്റി കിട്ടും കേട്ടോ. ഇപ്പോൾ അതാ ഉള്ളി നല്ല രീതിക്കൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂണോളം മല്ലിപ്പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മാത്രം ഗരം മസാല പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം 2 മിനിറ്റോളം മസാല പൗഡറിൻ്റെ എല്ലാം പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നല്ല രീതിക്കൊന്ന് കുക്കായി കിട്ടുന്നത് വരെ 2 മിനിറ്റോളം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ മസാലപ്പൊടിയുടെ പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചിക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതും ഒരു 2 മിനിറ്റോളം നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫൈനലായിട്ട് നമുക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മസാല കാര്യങ്ങൾ ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാറ്ററും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പം കുറച്ച് തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പം അതിൻ്റെ തട്ടിനെല്ലാം നമുക്ക് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം.
ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്ന് കുക്കായി കിട്ടിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഇനി മക്കൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഇത്. കുക്കായിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഈസി റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. എപ്പോഴും പറയുമ്പോൾ തന്നെ കമൻറ്റിൽ ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.